ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ കേരളത്തിലെ ടോപ്പ് ഡെന്റൽ കോളേജസിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഗവൺമെന്റ് സെൽഫ് ഫിനാൻസ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. കാരണം അലോട്ട്മെന്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഓർഡർ നിങ്ങൾക്ക് ഡെന്റൽ കോളേജസിന്റെ കാര്യത്തിൽ ചൂസ് ചെയ്യാം. ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ കേരളത്തിലെ ബെസ്റ്റ് ഡെന്റൽ കോളേജ് തുടങ്ങി ഞാൻ ഇങ്ങനെ റാങ്ക് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അപ്പം അലോട്ട്മെന്റ് വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു പാറ്റേൺ വേണേൽ ഫോളോ ചെയ്യാം. ഇതേപോലൊരു പാറ്റേൺ ഞാൻ MBBS കാര്യത്തിൽ ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എപ്പം വീഡിയോ ഇടുന്നു അപ്പൊ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം വൺസ് നമ്മൾ ഓപ്ഷൻ വെക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം എപ്പോഴും MBBSന്റെ എല്ലാ കോളേജും തന്നെ വെക്കുക. ഇപ്പൊ സെൽഫ് ഫിനാൻസിങ് ഒട്ടും താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ അത് വെക്കരുത്. അല്ലാതെ ഗവൺമെന്റ് ആയിട്ടുള്ള എല്ലാ മെഡിക്കൽ കോളേജും വെക്കുക. MBBS വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഗവൺമെന്റ് ഡെന്റൽ കോളേജ് വെക്കാം. പിന്നെ നിങ്ങൾക്ക് ഡെന്റൽ തന്നെയാണ് വേണ്ടെങ്കിൽ സെൽഫ് ഫിനാൻസിങ് ഡെന്റൽ വെക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും ഒക്കെ അഗ്രികൾച്ചർ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കുത്തിക്കറ്റും. അപ്പൊ ഇത്രയാണ് നമ്മൾ പൊതുവെ ചെയ്യേണ്ടത്. അതായത് നിങ്ങളുടെ പ്രയോറിറ്റി ആണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ്. അപ്പം ചിലർക്ക് BDS ആയിരിക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് ഉണ്ടാവുക. അപ്പം നിങ്ങൾ MBBSന്റെ ഗവൺമെന്റ് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് BDS ഇൻ ഗവൺമെന്റ് ആൻഡ് BDS ഇൻ സെൽഫ് ഫിനാൻസ് അങ്ങനെ നിങ്ങൾക്ക് വെച്ചിട്ട് പോകാം. അപ്പൊ ഞാൻ ഇന്ന് ആ BDS ഇൻ ഗവൺമെന്റ് ആൻഡ് സെൽഫ് ഫിനാൻസിന്റെ ഓർഡറാണ് പറയാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ കേരളത്തില് 6 ഗവൺമെന്റ് ഡെന്റൽ കോളേജസ് ആണ് ഉള്ളത്. അപ്പൊ നമ്മൾ അതിനെ എങ്ങനെ ഓർഡർ ചെയ്യണം എന്ന് നോക്കാം. അതുപോലെ കേരളത്തിൽ 6 ഡെന്റൽ കോളേജസ് ആണ് ഗവൺമെന്റിൽ ഉള്ളത്. അപ്പം അതിൽ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ റാങ്ക് കിട്ടിയ കുട്ടികളെ ചൂസ് ചെയ്തിട്ടുള്ളത് ഗവൺമെന്റ് ഡെന്റൽ കോളേജ് കോഴിക്കോടാണ്. ഇനി രണ്ടാമതായിക്കോട്ടെ ഗവൺമെന്റ് ഡെന്റൽ കോളേജ് ഇൻ ട്രിവാൻഡ്രം, മൂന്നാമത് ഗവൺമെന്റ് ഡെന്റൽ കോളേജ് ഇൻ കോട്ടയം, നാലാമത് ഗവൺമെന്റ് ഡെന്റൽ കോളേജ് ഇൻ തൃശൂർ, അഞ്ചാമത് ഗവൺമെന്റ് ഡെന്റൽ കോളേജ് ഇൻ കണ്ണൂർ, ആറാമത് ഗവൺമെന്റ് ഡെന്റൽ കോളേജ് ഇൻ ആലപ്പുഴ. അപ്പം ഇതാണ് ഗവൺമെന്റ് ഡെന്റൽ കോളേജസിന്റെ കഴിഞ്ഞ വർഷത്തെ റാങ്ക് പ്രകാരമുള്ള ഒരു ഓർഡർ എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ ടോപ്പ് 1 വരുന്ന സെൽഫ് ഫിനാൻസിങ് ഡെന്റൽ കോളേജ് എന്ന് പറയുന്നത് പുഷ്പഗിരി ഡെന്റൽ കോളേജ് ആണ്. അവിടുത്തെ ലാസ്റ്റ് കട്ട് ഓഫ് ആയിട്ട് വരുന്നത് കഴിഞ്ഞ വർഷത്തെ പ്രകാരം 12,687 ആണ്. അപ്പൊ ഇതാണ് നമ്മൾ സെൽഫ് ഫിനാൻസിങ് ഓപ്ഷൻ നമ്പർ ലിസ്റ്റിൽ 1 ആയിട്ട് കൊടുക്കുന്നത്. ഇനി രണ്ടാമതായിട്ട് വരുന്നത് മാർ ബേസിലസ് ഡെന്റൽ കോളേജ് ആണ്. ഇനി മൂന്നാമത് PMS കോളേജ് ഓഫ് ഡെന്റൽ സയൻസ് വട്ടപ്പാറ, നാലാമത് അന്നൂർ ഡെന്റൽ കോളേജ് മൂവാറ്റുപുഴ, അഞ്ചാമത് KMCT ഡെന്റൽ കോളേജ് കോഴിക്കോട്. ഇനി ആറാമതായിട്ട് വരുന്നത് സെന്റ് ഡിഗറീസ് ഡെന്റൽ കോളേജ് ആണ് കോതമംഗലം. അവിടെ ഏറെക്കുറെ ഒരു 25,000 റാങ്ക് ഉള്ള കുട്ടികൾക്കൊക്കെ കിട്ടും കേട്ടോ. ഇനി ഏഴാമതായിട്ട് വരുന്നത് അല്ലസർ ഡെന്റൽ കോളേജ്, എട്ടാമത് ട്രാവൻകൂർ ഡെന്റൽ കോളേജും, ഒൻപതാമത് അദ്വിതീയ ഡെന്റൽ കോളേജും, പത്താമത് റോയൽ ഡെന്റൽ കോളേജും പാലക്കാടാണ്. 11ാമതായിട്ട് വരുന്നത് നൂറുൽ ഇസ്ലാം കോളേജ് ഓഫ് ഡെന്റൽ സയൻസ് ആണ്. അവിടെ കഴിഞ്ഞ വർഷം ഒരു 28,000 റാങ്ക് വരെ പോയിട്ടുണ്ട്. ഇനി 12ാമതായിട്ട് വരുന്നത് MES ഡെന്റൽ കോളേജ് ആണ്. അവിടെ ഒരു 29,500 ഒക്കെ ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക്. പിന്നെ വരുന്നത് ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെന്റൽ കോളേജ് ആണ്. അവിടെയും ഒരു 29,000 ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് ആയിട്ട് വരുന്നത്. പിന്നെ 14ാമത്തത് മലബാർ ഡെന്റൽ കോളേജ്, 15ാമത്തത് PSM കോളേജ് ഓഫ് ഡെന്റൽ സയൻസ് ആണ്. അവിടെയൊക്കെ എത്തുന്ന സമയത്ത് 30,000 ഒക്കെ റാങ്ക് ഉണ്ട്, 30,500 ഒക്കെ റാങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കിട്ടും കേട്ടോ കേരള റാങ്ക്. 16ാമത് വരുന്നത് കണ്ണൂർ ഡെന്റൽ കോളേജ് ആണ്. 17 ശ്രീ ആഞ്ജനേയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെന്റൽ സയൻസ് ആണ് കോഴിക്കോട് ഉള്ളത്. ഇനി 18 ആണെങ്കിൽ ശ്രീ ശങ്കര ഡെന്റൽ കോളേജ് ആണ് അറ്റ് വർക്കല. ഇനി 19 ആണെങ്കിൽ എഡ്യൂക്കിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെന്റൽ സയൻസ് ആണ് അറ്റ് മലപ്പുറം. ഇനി 20 ആണെങ്കിൽ സെഞ്ചുറി ഇന്റർനാഷണൽ ഫോർ ദി ഡെന്റൽ സയൻസ് ആണ് അറ്റ് കാസർഗോഡ്. ഇവിടുത്തെ ലാസ്റ്റ് റാങ്ക് വരുന്നത് 40,000 ആണ്. 40,420 സംതിങ് ആണ് കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് ആയിട്ട് വന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു 40,000 റാങ്ക് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിങ് ഡെന്റൽ കോളേജിൽ അഡ്മിഷൻ ലഭിക്കും കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഒരു ഓർഡർ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഡെന്റൽ കോളേജിന്റെ ഫീസും കാര്യങ്ങളൊക്കെ ഭയങ്കര ഡൗട്ട് ആയിരിക്കില്ലേ, ഏതൊക്കെ കാറ്റഗറിക്ക് ഫീസ് വേണം, അല്ലെങ്കിൽ OBC കാർക്ക് എന്തെങ്കിലും ഫീസിന് ഇളവുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹോസ്റ്റൽ ഫീ, മെസ് ഫീ, ഇങ്ങനത്തെ കാര്യത്തിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ആയിരിക്കും. അപ്പം ഇതൊക്കെ നമ്മൾ ഒരു അടുത്ത വീഡിയോയിലേക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിനു മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.